നാടിന്റെ 4 ഭാഗം കത്തിപ്പിടിച്ചിരിക്കുക. ആ സമയത്തിരുന്ന് കളിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന മഹാൻ എല്ലാവരുടെയും സമാധാനം തകർത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ പറ, ആരാ ലോക്കപ്പ് കിടക്കുന്നത് വല്ല ബോധമുണ്ടോ തനിക്ക്? അവരെ ഒന്ന് കോടതി ഹാജരാക്കാൻ പോലും അവരെ കോടതിയിൽ ഹാജരാക്കില്ല. ആർക്കാണ് അവിടെ പൊള്ളുന്നത്? ആർക്കാ പൊള്ളുന്നത്? നിരപരാധികളായ കുറെ പേര് ലോക്കപ്പിലിട്ട് ചതച്ചപ്പോ തന്റെയൊക്കെ വായിലെന്തായിരുന്നു? എന്നിട്ട് ഇപ്പൊ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പോയി പണി നോക്കാൻ പറഞ്ഞോ. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ചെയ്യും. ആരാ ചോദിക്കാൻ? എന്നാ എനിക്കൊരു കാര്യം പറയാം. എനിക്കൊരു മാസം അവധി വേണം. എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് മാസം 3 ആയിട്ടുള്ളൂ. അതും പെൺകുഞ്ഞ. എനിക്കെന്തെങ്കിലും സംഭവിച്ച ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മാർത്താണ്ഡന്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. പോരെ? എനിക്കറിയാൻ നിന്നെ, പക്ഷെ ചുറ്റും ശത്രുക്കളാണ്. എപ്പോഴാ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുന്നെന്ന് അറിയാൻ പറ്റില്ല. താനിനകത്ത് കയറി കഥ കളിച്ചിരിക്കുക. പുറത്തിറക്കുന്ന വിപ്ലവൊന്നും താൻ അറിയുന്നില്ലേ? ഒന്ന് അകത്തോട്ട് കയറിട്ടുണ്ട് പിള്ളച്ച. ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ്. ഒരു കൂട്ടർക്ക് നിങ്ങൾ അവരെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധം, മറുവശത്ത് അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. പ്രശ്നമാകെ ഗുരുതരമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ ഗുരുതരമാകാതിരിക്കും? ഇങ്ങേരല്ലാതെ എങ്ങാണ്ടവിടുന്ന് ഒരു പോക്കിനെ കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറെ കസേരയിരുത്തും. അല്ലെങ്കിൽ തന്നെ ഒരു മന്ത്രിക്കും കൂടി കലാപത്തിൽ പങ്കുണ്ടെന്നാ പറച്ചില്. ഇനി ആ CI എങ്ങാനും അവന്മാരിടിച്ച് നമ്മുടെ ഒന്നുടെയും പേര് പറയിപ്പിച്ച തെണ്ടി പോവും. അല്ല മേന്നെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കിംവദന്തിയും കൂടെ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നിരീക്ഷകർ എത്തുന്നുണ്ടെന്ന്. ഇനി അവരെങ്ങാനും കയറി വല്ല 356 വകുപ്പ് പ്രയോഗിച്ചു കളയോ? പ്രയോഗിക്കട്ടോ? തനിക്കെന്താ പേടിയുണ്ടോ? 356 അതൊരു വകുപ്പാ. ഈ മന്ത്രിസഭ പോയാൽ ഇവിടെ വേറൊരു മന്ത്രിസഭ വരും. ഒന്ന് കാലുമാറി ചവിട്ടാൻ നാണക്കേടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിന് മന്ത്രിമാരാവാം. ഇതാ പറഞ്ഞത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാലും ഇതൊക്കെയാ സ്ഥിതി. ഇതേ ഞങ്ങളാരെ ഉണ്ടാക്കിയതല്ല, ഒക്കെ വരുത്തി വെച്ചതാ. ഇല്ലേ പിള്ളേച്ചാ? ആര് വരുത്തി കൂട്ടിയെന്ന്? ഞാനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തീയിൽ ചവിട്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ഓർത്ത് വേണം എന്നോട് സംസാരിക്കാൻ. ഇങ്ങനെ ഇമോഷണൽ ആയാലോ? നിങ്ങൾ ആ ഇൻസ്പെക്ടറെ വിളിച്ച് ഒന്നുകൂടി സംസാരിക്കും. അതോ ഞാൻ സംസാരിക്കണം? ഇനി അയാളോടൊരു സംസാരവും ഇല്ല.